നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്ന അങ്കത്തട്ടിലേക്ക് മുന്നണികൾ. രാജ്യം ഇനി 2.5 മാസം തെരഞ്ഞെടുപ്പ് ചൂടിൽ. കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം സജീവമാക്കി. 18 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി വെറും 1 മാസം മാത്രമേയുള്ളൂ. ആന്ധ്ര, ബീഹാർ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, ഉത്തരാഖണ്ഡ്, തെലുങ്കാന, മഹാരാഷ്ട്ര ഇതടക്കം രാജ്യം ഉറ്റുനോക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇനി ആദ്യഘട്ട വോട്ടെടുപ്പിന് 1 മാസം മാത്രം. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 11-നാണ് വോട്ടെടുപ്പ്. ഇവിടങ്ങളിൽ പ്രമുഖ പാർട്ടികളെല്ലാം മിന്നൽ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയമടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഗുജറാത്ത് ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ 7 ഘട്ടമായാണ് ബൂത്തിലെത്തുക. കേരളമടക്കം ബൂത്തിലെത്തുന്ന ഏപ്രിൽ 23-ലെ 3-ാം ഘട്ടത്തിലാണ് ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ ജനവിധി രേഖപ്പെടുത്തുക. 14 സംസ്ഥാനങ്ങളിലെ 115 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. മെയ് 6-ന്റെ 5-ാം ഘട്ടത്തിലാണ് ഏറ്റവും കുറവ് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ്. 7 സംസ്ഥാനങ്ങളിലെ 51 സീറ്റുകളിലാണ് അന്ന് ജനവിധി രേഖപ്പെടുത്തുക. 8 സംസ്ഥാനങ്ങളിലെ 59 മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിൽ മെയ് 19-നാണ് തെരഞ്ഞെടുപ്പ്. രാജ്യം ആര് ഭരിക്കുമെന്ന് മെയ് 23-ന് വോട്ടെണ്ണൽ ദിനത്തിൽ അറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വേനൽ ചൂട് കടുക്കുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടും ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചാരണത്തിൽ ഒരു പടി മുന്നിലെത്താനാണ് ഇടതുമുന്നണി ശ്രമം. UDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നിട്ടില്ല. എന്നാൽ ഇതിനകം തന്നെ അവകാശവാദങ്ങളും ആരോപണങ്ങളുമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞു. 3 ദേശീയ പാർട്ടികൾ നേതൃത്വം നൽകുന്ന 3 മുന്നണികളുടെ ത്രികോണ പോരാട്ടം. BJPക്ക് കേരളം അമിത പ്രതീക്ഷ നൽകുന്നില്ലെങ്കിലും LDF-നും UDF-നും അതല്ല സ്ഥിതി. CPM-ന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രമായ കേരളത്തിൽ നിന്ന് പരമാവധി പേരെ ഡൽഹിയിൽ എത്തിക്കേണ്ടതുണ്ട്. ഈ ജയപരാജയങ്ങൾ BJP പിടിക്കുന്ന വോട്ടിനെ കൂടി ആശ്രയിച്ചിരിക്കും എന്നതിലാണ് കേരളത്തിൽ അവരുടെ പ്രസക്തി. വർഗീയതയും BJP സംഘപരിവാർ നിലപാടിനെയും എതിർക്കുന്നവർ, ന്യൂനപക്ഷ സ്ത്രീ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ എന്നിവ ഉയർത്തിയാകും ഇടതുമുന്നണിയുടെ പ്രചാരണം. ഇതിനകം തന്നെ കേരള സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ വിവരിച്ചുള്ള പ്രചാരണം ഇടത് ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞു. രാജ്യത്ത് മറ്റെങ്ങും ഭരണത്തിലില്ലാത്ത ഇടതു പാർട്ടികൾക്ക് കേരളത്തിലേത് അഭിമാന പോരാട്ടമാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിനും UDF-നും പ്രചാരണത്തിൽ ഉയർത്താൻ വിഷയങ്ങൾക്ക് പഞ്ഞമുണ്ടാകില്ല. ഓഖിയും പ്രളയവും ശബരിമലയും തൊട്ട് കാസർകോട്ടെ ഇരട്ട കൊലപാതകം വരെ എത്രയോ വിവാദങ്ങൾ. രാജ്യത്തെ ന്യൂനപക്ഷ സംരക്ഷകരെന്ന വാദം ഇവിടെയും കോൺഗ്രസ് ഉയർത്തും. സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടെ കേരളത്തിലെത്തിച്ച് ദേശീയ രാഷ്ട്രീയവും ചർച്ചയാക്കാനാകും കോൺഗ്രസ് ശ്രമം. ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ നിലപാട് BJP പ്രചാരണത്തിൽ മുഴച്ചു നിൽക്കുമെന്ന് ഉറപ്പ്. ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനം രാജശേഖരനെ തിരികെ കൊണ്ടുവന്നതിലൂടെ കേരളത്തെ കുറച്ചു കാണുന്നില്ല എന്ന സന്ദേശമാണ് BJP കേന്ദ്ര നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്ത് ചുവടുറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെത്തിയിരുന്നു. കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒതുങ്ങില്ല കേരളത്തിലെ പ്രചാരണം. പ്രാദേശിക പ്രശ്നങ്ങളും വികസനവും സ്ഥാനാർത്ഥി ആരെന്നതും മുഖ്യ ഘടകങ്ങൾ തന്നെ. വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് സംസ്ഥാനത്ത് അരങ്ങുണരുന്നത്. കുത്തക മണ്ഡലങ്ങളിൽ പോലും ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമുണ്ടാകുമെന്ന് ഉറപ്പ്. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നിർണായക സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ എന്നിവർ മത്സരിക്കണോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആലപ്പുഴയിൽ KC വേണുഗോപാലിന് പകരം ആരെയെന്നും നിശ്ചയിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ഇനിയും വൈകാതെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള തിരക്കിലാണ് കോൺഗ്രസ്. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും VM സുധീരനും. ഉമ്മൻചാണ്ടി മത്സരിക്കില്ലെന്ന A ഗ്രൂപ്പ് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണ് ഇവരുടെ കാര്യത്തിൽ നിർണായകമാകുക. ഇന്നത്തെ ചർച്ചയിൽ പേരുകൾ സംബന്ധിച്ച ധാരണയിലെത്തി ബുധനാഴ്ചയോടെ പ്രഖ്യാപനമാണ് ലക്ഷ്യം. കേരളത്തിലെ ലിസ്റ്റ് അങ്ങനെയല്ല, പ്രാഥമിക ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്താണ് അതിനകത്ത് കേരളത്തിലെ ചർച്ചകളിൽ വരാൻ വേണ്ടി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും കേരളവുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ട്. തിരുവനന്തപുരം ശശി തരൂർ, കോഴിക്കോട് MK രാഘവൻ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നീ സിറ്റിംഗ് MP മാർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു.
പത്തനംതിട്ടയിൽ DCC എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സിറ്റിംഗ് MP ആന്റോ ആന്റണി തന്നെയാകും മത്സരിക്കുക. എറണാകുളത്ത് KV തോമസിനെതിരായ വികാരം പരിഗണിച്ച് ഹൈബി ഈഡനെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന് പകരക്കാരനെ കണ്ടെത്തണം. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് MLA, കണ്ണൂരിൽ K സുധാകരൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, വയനാട് T സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ, ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസ് എന്നിവരാണ് പ്രഥമ പരിഗണനയിൽ. കാസർഗോഡ് സുബേറെ, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, തൃശൂരിൽ TN പ്രതാപൻ, VM സുധീരൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ന്യൂസ് 18 ഡൽഹി. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. സംസ്ഥാന നേതാക്കൾ പട്ടിക തയ്യാറാക്കി ഡൽഹിയിലെത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം ഇനി രാഹുൽ ഗാന്ധി തീരുമാനിക്കും. മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതാണോ? ഗ്രൂപ്പ് രാഷ്ട്രീയമാണോ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത്? സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കോൺഗ്രസിന്റെ വിജയസാധ്യതയെ തന്നെ ബാധിക്കുമോ? ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്. ഇതേ വിഷയം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതികരണത്തിനും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾ വൈകുന്നത് എന്തുകൊണ്ട്? ഈ വിഷയത്തിൽ രാവിലെ 7:30 മുതൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ K മാണി നേതാക്കളുടെ അഭിപ്രായം തേടുന്നുണ്ട്. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന അഭിപ്രായം മാണി ഗ്രൂപ്പിൽ സജീവമാണ്. LDFും NDAയും സ്ഥാനാർത്ഥികളുമായി മുന്നോട്ടു പോയതോടെ വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ്. PJ ജോസഫ് എന്നതാണ് മാണിക്ക് മുന്നിലുള്ള വഴി. UDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ശക്തമായ സമ്മർദ്ദം കൂടി ജോസഫിലേക്കെത്താൻ മാണിയെ പ്രേരിപ്പിക്കുന്നു. അതേസമയം ജോസഫിനെ ഒഴിവാക്കാനുള്ള നീക്കവും മാണി ഗ്രൂപ്പിൽ സജീവമാണ്. രണ്ടും കൽപ്പിച്ച മാണി ഈ തീരുമാനത്തിലെത്തിയാൽ പിളർപ്പിന് തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഒരു പിളർപ്പുണ്ടാകുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് UDF. KM മാണിയും ജോസ് K മാണിയും സ്വന്തം പാളയത്തിലുള്ളവരുമായി ആശയവിനിമയം നടത്തിവരികയാണ്. ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് ശ്രമം. ന്യൂസ് 18 കോട്ടയം. കളത്തിലിറങ്ങുമോ ജോസഫ്? PJ ജോസഫിന്റെ നിർബന്ധത്തിനൊടുവിൽ സാക്ഷാൽ KM മാണി വഴങ്ങുമോ? കോട്ടയം സീറ്റിൽ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ജോസഫ്. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് KM മാണിയും. വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഇപ്പോഴും. തീരുമാനം മാണി തന്നെ എടുക്കും. അത് എന്തായിരിക്കുമെന്നേ ഇനി അറിയാനുള്ളൂ. ജോസഫിന് വഴങ്ങുമോ ഒടുവിൽ മാണി? ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. ദേശീയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗം BDJSന് നൽകേണ്ട 5ാം സീറ്റ് കാര്യത്തിലും ധാരണയിലെത്തും. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ ധാരണയായാൽ ബാക്കിയുള്ള 15 സീറ്റുകളെക്കുറിച്ചായിരിക്കും BJP സംസ്ഥാന കോർ കമ്മിറ്റി ചർച്ച ചെയ്യുക. തിരുവനന്തപുരത്ത് കുമ്മനവും, പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും, കോട്ടയത്ത് PC തോമസും, പാലക്കാട് ശോഭാ സുരേന്ദ്രനും ഏകദേശ ധാരണയായി. ശ്രീധരൻപിള്ള മത്സരത്തിൽ ഉണ്ടായേക്കില്ല. PK കൃഷ്ണദാസും MD രമേശും AN രാധാകൃഷ്ണനും CK പത്മനാഭനും അടക്കമുള്ള മുൻനിര നേതാക്കൾ പട്ടികയിൽ ഇടം നേടിയേക്കും. ഇന്നു തന്നെ പട്ടിക തയ്യാറാക്കി ദേശീയ നേതൃത്വത്തിന് നൽകും. ഡൽഹിയിൽ നിന്നാകും പ്രഖ്യാപനം. തിരുവനന്തപുരം അടക്കമുള്ള 5 മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകാനാണ് BJP തീരുമാനം. RSS നേതാക്കൾക്ക് നേരത്തെ തന്നെ മണ്ഡലങ്ങളുടെ ചുമതല നൽകി താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിരുന്നു. ന്യൂസ് 18 കോട്ടയം. കോൺഗ്രസിലും കേരള കോൺഗ്രസിലും മാത്രമല്ല BJPയിലും കാര്യങ്ങൾക്ക് വലിയ മാറ്റമില്ല. കുമ്മനം തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് എങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ വൈകുകയാണ്. BDJSുമായുള്ള തർക്കവും നിലനിൽക്കുന്നു. RSSന്റെ ശക്തമായ ഇടപെടലാണ് BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്നത്. ഇതടക്കമുള്ള എല്ലാ ഘടകങ്ങളും കൂടി കണക്കിലെടുത്ത് വേണം BJPക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ. ഈ സാഹചര്യത്തിൽ ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം, RSS ഇടപെടൽ ഗുണം ചെയ്യുമോ BJPക്ക്? KC വേണുഗോപാൽ എന്ന ശക്തനായ സിറ്റിംഗ് MPയുടെ പിന്മാറ്റത്തോടെ ആരാകും തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന ആകാംക്ഷയിലാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് പ്രവർത്തകർ. താരപരിവേഷമുള്ള KCക്ക് കരുത്തനായ എതിരാളി എന്ന നിലയിലാണ് ഇടതുമുന്നണി AM ആരിഫിനെ കളത്തിലിറക്കിയത്. ആലപ്പുഴയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്.
ഇത് ഞാൻ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും അറിയിച്ചിട്ടുണ്ട്. പാർട്ടി വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടുകളും സാമുദായിക ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തുന്ന സ്ഥാനാർത്ഥി മാത്രമേ ആലപ്പുഴയിൽ വിജയിക്കൂ. കണ്ണൂരുകാരനാണെങ്കിലും കൈവെള്ളയിലെ രേഖകൾ പോലെ ആലപ്പുഴ പരിചിതമാണ് KC വേണുഗോപാലിന്. സംഘടനാ തിരക്കുകളുടെ പേരിൽ KC പിന്മാറുന്നതോടെ താൽക്കാലികമെങ്കിലും UDF ക്യാമ്പിൽ പടരുന്നത് ശൂന്യതയാണ്. KCക്ക് ഒത്ത എതിരാളിയായി ആരിഫിനെ ഇറക്കിയ ഇടത് കേന്ദ്രങ്ങളും ആ രാവും സ്ഥാനാർത്ഥിയായി എത്തുകയെന്ന ആകാംക്ഷയിലാണ്. ആരിഫിനോട് പൊരുതി നിൽക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ ഇറക്കുക എന്നതാവും ഇനി കോൺഗ്രസിന്റെ വെല്ലുവിളി. ആദ്യ റൗണ്ടിലുള്ള LDFന്റെ മുന്നേറ്റം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അത്ര പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അദ്ദേഹം രക്ഷപ്പെട്ടതാണ്. AA ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ, PC വിഷ്ണുനാഥ് തുടങ്ങി അരഡസൻ പേരുകളെങ്കിലും സജീവമായി ഉയരുന്നുണ്ട്. ഐ ഗ്രൂപ്പിന്റെ തട്ടകമായ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാരാകുമെന്നതിൽ KC വേണുഗോപാലിന്റെ അഭിപ്രായമാകും പരിഗണിക്കുക. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വവും RMPയുടെ നിലപാടും കാരണം ശ്രദ്ധേയമാവുകയാണ് വടകര മണ്ഡലം. ജയരാജനെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തുമെന്ന RMPയും RMP സ്വാധീനം നഷ്ടപ്പെട്ട പാർട്ടിയാണെന്നും ജയരാജനും പറയുന്നു. ഒരു കാലത്ത് CPMന്റെ ശക്തി കേന്ദ്രമായിരുന്നു വടകര. TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടതും ചന്ദ്രശേഖരന്റെ വധവും മണ്ടോടിക്കണ്ണന്റെ പിൻതലമുറക്കാരെ രണ്ട് ചേരിയാക്കി. ഇത് വടകരയിൽ CPMനുണ്ടാക്കിയ തിരിച്ചടി ചെറുതല്ല. എന്നാൽ P. ജയരാജനെ കളത്തിലിറക്കി ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാൻ തന്നെയാണ് CPM നീക്കം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിനു പിന്നാലെ മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുവാനുള്ള ഓട്ടത്തിലാണ് ജയരാജൻ. ഇതിനിടയിൽ ജയരാജനെ എന്തുവില കൊടുത്തും പരാജയപ്പെടുത്തണമെന്ന നിലപാടിലാണ് RMP. അതിനാൽ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ തന്നെയാണ് RMP തീരുമാനം. ഈ തീരുമാനത്തോട് ജയരാജന്റെ പ്രതികരണം ഇങ്ങനെ: കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന്മേലെ പറക്കാൻ മോഹം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ തീരുമാനത്തെക്കുറിച്ച് മറ്റ് യാതൊരു അഭിപ്രായവുമില്ല. നേരത്തെ പറഞ്ഞതാണ് അഭിപ്രായം. RMPക്ക് സ്വാധീനം നഷ്ടപ്പെട്ട പാർട്ടിയാണെന്നും വടകരയിൽ വെല്ലുവിളി ഉയർത്താൻ കഴിയില്ലെന്നും ജയരാജൻ പറയുന്നു. അവർ മത്സരിക്കുമെന്ന് പറഞ്ഞു, മത്സരിക്കട്ടെ. പക്ഷേ അവർ മത്സരിക്കുന്നത് കൊണ്ട് യാതൊരു മാറ്റവും വടകര മണ്ഡലത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. വരും ദിവസം UDFും BJPയും കളത്തിലിറങ്ങുന്നതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് കടത്തനാട് സാക്ഷിയാവും. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരുപോലെ നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഭരണ തുടർച്ചയ്ക്ക് പുറമെ പാർട്ടിയിലെ അവസാന വാക്കായി നിലകൊള്ളുന്നതിന് ജയത്തിൽ കുറഞ്ഞതൊന്നും മോദിക്ക് ചിന്തിക്കാൻ കഴിയില്ല. 2014 നിന്ന് വ്യത്യസ്തമായി വലിയ കുതിപ്പ് നടത്താനായില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്കയെ കൊണ്ടുവരണമെന്ന ആവശ്യം പോലും ശക്തിപ്പെട്ടേക്കാം. മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് 2014 രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയത്. മോദി തരംഗമായിരുന്നു അതിന് കാരണം. ഒരു വർഷത്തിനുള്ളിൽ നടന്ന മഹാരാഷ്ട്ര, ഹരിയാന, അസം, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിച്ചതോടെ സർക്കാരിലും പാർട്ടിയിലും മോദി എതിരാളികളില്ലാത്ത നേതാവായി. മറുവശത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വിമർശനമുണ്ടായി. രാഹുൽ പ്രചാരണം നയിച്ച തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തോറ്റുവെന്ന് മാത്രമല്ല, ശക്തി കേന്ദ്രങ്ങളായ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായി നഷ്ടപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നേതൃത്വത്തെ വിമർശിച്ച് 1 ഡസനിലധികം നേതാക്കൾ പാർട്ടി വിടുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം പഴങ്കഥ. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ചിത്രം മാറി. 2 പതിറ്റാണ്ടുകളിലധികമായി BJP ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് കനത്ത വെല്ലുവിളി കോൺഗ്രസിൽ നിന്നുണ്ടായി. തെരഞ്ഞെടുപ്പിനിടെയായിരുന്നു അധ്യക്ഷനായി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതുവരെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധി പൊതുസമൂഹത്തിനിടയിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും സ്വീകരിക്കപ്പെട്ടു തുടങ്ങി. രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തോറ്റ BJPയെ കാലങ്ങളായി ഭരണത്തിലിരുന്ന മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും കൂടി കൈവിട്ടതോടെ രാജ്യത്ത് മോദി തരംഗം അവസാനിച്ചുവെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി. 2014 അനുകൂല സാഹചര്യം 2019 നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നല്ലതുപോലെ അറിയാം. ഭരണത്തിലേറാനായില്ലെങ്കിൽ ഇന്ന് നിശബ്ദരായിരിക്കുന്ന പാർട്ടിയിലെ പല നേതാക്കളും ഷാ, മോദി, അച്ചുവണ്ടിനെതിരെ തിരിയും. മറുവശത്ത് മെച്ചപ്പെട്ട പ്രകടനം നടത്താനായില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെടും. 2014 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഉയർന്ന പ്രിയങ്കയെ കൊണ്ടുവരൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിന് ശക്തി കൂടുകയും ചെയ്യും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. രാജീവ് ഗാന്ധി സർക്കാരിന് ശേഷം കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ സർക്കാരായിരുന്നു 2014 543 സീറ്റുകളിൽ 282 സീറ്റുകളിലായിരുന്നു BJPയുടെ വിജയം. മതസാമുദായിക ധ്രുവീകരണം ഉൾപ്പെടെയുള്ള പ്രചാരണ ആയുധങ്ങളായിരുന്നു BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത്.
3 ദശാബ്ദത്തിനിടെ കേവല ഭൂരിപക്ഷത്തോടെ എൻഡിഎ അധികാരത്തിലെത്തിച്ചത് വികസന വിഷയങ്ങളും യുപിഎക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും മാത്രമായിരുന്നില്ല. യുപി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ മതസാമുദായിക ധ്രുവീകരണം വരെ ബിജെപിയെ സഹായിച്ചു. ഈ സമവാക്യം ബിജെപി പ്രധാനമായും ഉപയോഗിച്ചത് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായിരുന്നു. ഉത്തർപ്രദേശിൽ എസ്പിയും ബിഎസ്പിയും കോൺഗ്രസ് ആർഎൽഡി സഖ്യവും പൂർണ്ണമായും തകർന്നപ്പോൾ ബിജെപിക്ക് 80-ൽ 71 സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞതാണ് ഇതിനുദാഹരണം. ബീഹാറിലെ 40 സീറ്റുകളിൽ ബിജെപി 22 സീറ്റുകളിലും എൽജെപി 6 മണ്ഡലങ്ങളിലും ആർഎൽഎസ്പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. ഹിന്ദു മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടതുകൂടാതെ പിന്നാക്ക, അതിപിന്നാക്കാവസ്ഥയിലുള്ള 24% വരുന്ന വോട്ടുകളായിരുന്നു ബിജെപിക്ക് ബീഹാറിൽ കരുത്തേകിയത്. മോദി തരംഗം കൂടുതൽ സ്വാധീനിച്ച മഹാരാഷ്ട്രയിലെ 48 മണ്ഡലങ്ങളിൽ ബിജെപി 23 സീറ്റുകളിലും ശിവസേന 18 സീറ്റുകളിലും വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 44 സീറ്റും, അണ്ണാ DMK 37 സീറ്റും, തൃണമൂൽ കോൺഗ്രസ് 34 സീറ്റും, സമാജ്വാദി പാർട്ടി 7ഉം CPM 9ഉം നേടിയപ്പോൾ BSP ചിത്രത്തിൽ നിന്നില്ലാതായ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 2014 രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും UPA സർക്കാരിനെതിരെ ഉപയോഗിച്ച അതേ ആരോപണങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളുമായിരിക്കും ഇത്തവണ NDAക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നേരിടേണ്ടി വരിക. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ത്രാൾ മേഖലയിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഇന്നലെ രാത്രി നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഭീകരരുടെ പക്കൽ നിന്നും AK-47 ഉൾപ്പെടെയുള്ള തോക്കുകൾ സൈന്യം പിടിച്ചെടുത്തു. സൈന്യവും കാശ്മീർ പോലീസിലെ പ്രത്യേക വിഭാഗവും മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്തുകയാണ്. പ്രദേശത്തെ മൊബൈൽ, ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. ഇനി ലോകവാർത്തകൾ. എത്യോപ്യയിലെ വിമാന ദുരന്തത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര ഏജൻസികളുടെ ഉൾപ്പെടെ സഹായത്തോടെയാണ് അന്വേഷണം. 4 ഇന്ത്യക്കാരടക്കം 157 പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. മരിച്ച 4 ഇന്ത്യക്കാരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാഴ്ചക്കുറവോ പ്രതികൂല കാലാവസ്ഥയോ എത്യോപ്യൻ വിമാനത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് എയർ ട്രാഫിക് കൺട്രോൾ നൽകുന്ന വിവരം. പറന്നുയർന്നുടൻ വിമാനത്തിന്റെ വേഗതയിൽ വ്യതിചലനമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയൂ. ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 4 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ കൺസൾട്ടന്റായ ശിഖാഗറാണ് മരിച്ചവരിൽ ഒരാൾ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾക്കായി എത്യോപ്യയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ചുമതലപ്പെടുത്തിയതായും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. എത്യോപ്യൻ തലസ്ഥാനമായ ആഡിസ് അബാബയിൽ നിന്ന് 62 കിലോമീറ്റർ അകലെ ബിഷോഫ്ടു പട്ടണത്തിലാണ് ഇന്നലെ വിമാനം തകർന്നു വീണത്. 149 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാന സർവീസാണ് എത്യോപ്യൻ എയർലൈൻസ്. ഇതിനു മുമ്പ് 2010-ലും എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനം തകർന്ന് 90 പേർ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിറിയയിലെ അവശേഷിക്കുന്ന IS സ്വാധീന മേഖലയിൽ സൈനിക നടപടികൾ ശക്തമാക്കി. കിഴക്കൻ സിറിയയിലെ ബഗൂസ് മേഖലയിലാണ് അമേരിക്കയുടെ കൂടെ പിന്തുണയോടെ സിറിയ ആക്രമണം നടത്തുന്നത്. പ്രദേശത്ത് വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട 3 ഹർജികൾ സുപ്രീംകോടതി മാർച്ച് 25-ന് പരിഗണിച്ചേക്കും. ശബരിമല വിഷയത്തിൽ കേരള ഹൈക്കോടതിയിലുള്ള എല്ലാ ഹർജികളും സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ട്രാൻസ്ഫർ പെറ്റീഷൻ, ശബരിമല നിരീക്ഷണ സമിതിക്കെതിരെ സർക്കാർ നൽകിയിരിക്കുന്ന ഹർജി, പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ ഹർജി എന്നിവയാണ് മാർച്ച് 25-ന് പരിഗണിക്കാൻ സാധ്യത. സുപ്രീംകോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന താൽക്കാലിക തീയതിയാണിത്. അന്തിമ കേസ് ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും പുറത്തുവരുമ്പോൾ മാത്രമേ വ്യക്തതയുണ്ടാവൂ. 56 പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വിധി എപ്പോൾ ഉണ്ടാകുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മീനമാസ പൂജകൾക്കും ക്ഷേത്ര തിരുവുത്സവത്തിനുമായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് നട തുറക്കുക. നാളെ രാവിലെ 7:30-നാണ് ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ഈ മാസം 21-ന് ആറാട്ട് എഴുന്നള്ളിപ്പും പമ്പയിലെ ആറാട്ട് പൂജയും നടക്കും. കഴിഞ്ഞ ദിവസം എറണാകുളം പാലച്ചുവട്ടിൽ വഴിയരികിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് 10-ലധികം പേർ അറസ്റ്റിലായി. വൈറ്റില ചക്കരപ്പറമ്പ് സ്വദേശി ജിബിൻ വർഗീസിന്റെ മൃതദേഹമാണ് ശനിയാഴ്ച പുലർച്ചെ ദുരൂഹ സാഹചര്യത്തിൽ പാലച്ചുവട് റോഡരികിൽ കാണപ്പെട്ടത്. ഇയാളുടെ സ്കൂട്ടറും സമീപത്ത് കിടന്നിരുന്നു. എന്നാൽ വാഹനാപകടത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. മർദ്ദനമേറ്റതായും തലയ്ക്കകത്ത് രക്തസ്രാവമുണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.
വാഴക്കാലിയിലെ ഒരു വീട്ടിൽ അർദ്ധരാത്രിയോടെ എത്തിയ ജിബിനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മറയൂരിൽ ആൾതാമസമില്ലാത്ത വീടിനുള്ളിൽ നിന്നും യുവതിയുടെയും യുവാവിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. പട്ടിക്കാട് സ്വദേശി രാംകുമാർ, കാട്ടാംകുഴി സ്വദേശിനി സുശീല എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇരുവരെയും ഒരാഴ്ച മുൻപ് കാണാതായിരുന്നു. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. തൃശൂരിലെ അന്തിക്കാട് പോലീസ് ഒരു വിചിത്ര മോഷ്ടാവിനെ പിടികൂടി. ജമുനാപാരി ആടുകളടക്കം വിലപിടിപ്പുള്ള വളർത്തുമൃഗങ്ങളെ മാത്രം മോഷ്ടിക്കുന്ന ആളെയാണ് പിടിച്ചത്. പക്ഷേ തൊണ്ടിമുതലുകൾ സ്റ്റേഷനിലെത്തിച്ച പോലീസുകാർ ശരിക്കും പുലിവാല് പിടിച്ചു. സംശയിക്കേണ്ട, ഇത് പോലീസ് സ്റ്റേഷൻ തന്നെ. ജർമ്മൻ ഷെപ്പേർഡ് നായ, ജമുനാപ്യാരി ആടുകൾ എന്നിവയെ കാണാനില്ലെന്ന പരാതിയുമായി പലരും സ്റ്റേഷനിലെത്തിയപ്പോൾ അന്തിക്കാട് പോലീസ് തന്നെ അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ കള്ളനെ പിടികൂടി. ഒളരിപ്പുലരി ഐക്കാട്ട് കോളനിയിൽ ഉമേഷ് ആയിരുന്നു മൃഗങ്ങളെ മാത്രം തട്ടിക്കൊണ്ടുപോകുന്ന ആ മോഷ്ടാവ്. മോഷ്ടാവിനൊപ്പം തൊണ്ടി സാധനങ്ങളും സ്റ്റേഷനിലെത്തിച്ചു. പക്ഷേ മൃഗങ്ങളുടെ വിശന്നുള്ള കരച്ചിൽ കേട്ടപ്പോൾ പോലീസുകാർക്കും സങ്കടമായി. ഓരോരുത്തരായി ആടിനെ മാറ്റിക്കെട്ടലും തീറ്റ കൊടുക്കലും ഏറ്റെടുത്തു. SI സംഗീത് പൂനത്തിൽ തന്നെ ജമുനാപ്യാരിയെ അഴിച്ചുകെട്ടി തീറ്റ എത്തിച്ചു. മൂന്നാടുകളെയും ഓരോ നായയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മോഷ്ടിച്ചത് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിപ്പോർട്ട് കൊടുത്ത് നമ്മൾ അവകാശികൾക്ക് കച്ചിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ഉടമസ്ഥരെ കണ്ടെത്തി തിരികെ ഏൽപ്പിക്കുന്നതുവരെ മൃഗങ്ങൾ പോലീസുകാരുടെ സ്നേഹത്തിൽ കഴിഞ്ഞു. ന്യൂസ് 18 ഗുരുവായൂർ. റോഡും കുടിവെള്ളവുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഇടമലക്കുടി ഊര് നിവാസികൾ. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ജലനിധി പദ്ധതി നടപ്പാക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. ഇടമലക്കുടി പഞ്ചായത്ത് രൂപീകരിച്ച് 10 വർഷം പിന്നിടുമ്പോഴും ഊരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അന്യമെന്നാണ് ഊരു നിവാസികളുടെ പരാതി. നിലവാരമുള്ള റോഡില്ലാത്തതും കുടിവെള്ളം കിട്ടാത്തതുമാണ് നിലവിലെ പ്രതിസന്ധി. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ജലനിധി പദ്ധതി നടപ്പാക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം നടപ്പിലായില്ല. കോടികൾ ഉണ്ടെന്നുമായിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഒക്കുന്നില്ല. കാര്യമായിട്ടല്ല, ഒരു വഴിയില്ല. വഴിയാ പ്രധാനം. ഇടമലക്കുടിയുടെ സമഗ്ര വികസനത്തിന് ഗതാഗതയോഗ്യമായ റോഡ് അനിവാര്യമാണെന്നും പഞ്ചായത്ത് ഓഫീസ്, കൃഷി ഓഫീസ് അടക്കമുള്ളവയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നും ഊരു നിവാസികൾ ആവശ്യപ്പെടുന്നു. ഉദ്യോഗസ്ഥ തലങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ജലനിധിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്ന, അവർ നടത്തിക്കോളും പറയുന്നു. എന്നാൽ ജലനിധി യാതൊരു നടപടിയും 2 കോടിയിൽ ആരംഭിക്കുകയും കുടിവെള്ളം എത്തിക്കാമെന്ന് പറഞ്ഞ് ആരംഭിക്കുകയും എന്നാൽ പകുതി വഴിയിൽ അത് നിൽക്കുകയും ചെയ്യുന്നു. നിലവിൽ ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് മൂന്നാറിലാണ്. ആവശ്യങ്ങൾക്കായി 50 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരും. പഞ്ചായത്ത് ഓഫീസ് മാറ്റി സ്ഥാപിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 ഇടമലക്കുടി. വിലയിടിവിൽ നട്ടം തിരിഞ്ഞ് കണ്ണൂർ മലയോരത്തെ റബ്ബർ കർഷകർ. റബ്ബറിന് വില കുറഞ്ഞതോടെ ടാപ്പിംഗ് നിർത്തിയ തോട്ടങ്ങൾ പലതും കാട് മൂടിക്കിടക്കുകയാണ്. റബ്ബർ വില ഇടിഞ്ഞതോടെ കണ്ണൂരിന്റെ മലയോര മേഖലയിലെ കർഷകർ പ്രതിസന്ധിയിലാണ്. 1 കിലോ റബ്ബർ ഷീറ്റിന് പരമാവധി വില 120 രൂപയാണ്. ഒരു മരം ടാപ്പ് ചെയ്യുന്നതിന് 2 രൂപയാണ് കൂലി. ടാപ്പിംഗ് കൂലിയും മറ്റു ചെലവുകളും കഴിച്ചാൽ കർഷകന് തുച്ഛമായ തുക മാത്രമാണ് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഇന്ന് റബ്ബർ വെട്ടി പാലെടുത്ത് ഷീറ്റാക്കി അത് കടയിൽ എത്തിക്കുന്നത് ഇന്നൊരു നഷ്ടമായിട്ടാണ് ഇന്നത്തെ അവസ്ഥ. 10 മരത്തേന്ന് ഒരു ഷീറ്റ് കിട്ടിയാൽ തന്നെയും നമുക്കിന്ന് വെട്ടുകൂലി കൊടുക്കാൻ ഒക്കാത്തൊരവസ്ഥയാണ്. റബ്ബർ മേഖലയിൽ ഉൽപാദനം കുറഞ്ഞിരിക്കുന്ന മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ സാധാരണ വില കൂടുന്നതാണ് പതിവ്. ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന വിലക്കയറ്റം റബ്ബർ ഉണക്കി സൂക്ഷിച്ചിട്ടുള്ള നിരവധി കർഷകർക്ക് പ്രയോജനകരമാകാറുണ്ട്. എന്നാൽ ഇത്തവണ പ്രതീക്ഷ തെറ്റുകയാണെന്ന് കർഷകർ പറയുന്നു. ഈ കേരളത്തിലെ റബ്ബറിന് ഗ്രേഡ് കുറവാണെന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള ചെറുകിട കച്ചവടക്കാർ വാങ്ങുന്ന ഷീറ്റ് വളരെ വില കുറച്ചാണ് ഈ കമ്പനിക്കാർ വാങ്ങുന്നത്. സർക്കാരിന്റെ വിലസ്ഥിരത പദ്ധതിയും കർഷകർക്ക് തുണയാകുന്നില്ല. സബ്സിഡി തുക ലഭിക്കണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം. വൻകിട വ്യവസായികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതും വിലയിടിവിന് കാരണമാകുന്നതായി കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനം കുറയാൻ കാരണമായി. ഇതോടെ റബ്ബർ തോട്ടങ്ങൾ പലതും കാട് മൂടിയ അവസ്ഥയിലാണ്. ന്യൂസ് 18 കണ്ണൂർ.